2021 നടന്ന RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ 3 പ്രാവശ്യം 0.2 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് ഇൻറ്റു 3 പ്രാവശ്യം 0.06 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു ഡിവൈഡഡ് ബൈ 3 പ്രാവശ്യം 0.12 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിലെ നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 എന്ന് കിട്ടും 8. ഇനി നിങ്ങൾ നോക്കുക ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര പ്ലേസ് ഉണ്ടെന്ന്. 1 2 3 3 പ്ലേസ് ഉണ്ടെങ്കിൽ ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിൽ 3 0.2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും ഇൻറ്റു. ഇനി അടുത്ത ബ്രാക്കറ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 6 ഇൻറ്റു 6 36 ഇൻറ്റു 6 216. അപ്പോൾ 216 ഇൻറ്റു ഇനി ഇവിടെ നോക്കാം ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര പ്ലേസ് ഉണ്ടെന്ന്. 1 2 3 4 5 6. അപ്പൊ 6 പ്ലേസുകൾ ഉണ്ടെങ്കിൽ 10⁻⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ. അപ്പൊ ഇത്രയും ഞാൻ എഴുതിയേക്കുന്നത് ന്യൂമറേറ്ററിലാണ്. ഡിവൈഡഡ് ബൈ ഇനി അടുത്ത ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് 0.12 ഇൻറ്റു 0.12 ഇൻറ്റു 0.12 ആണ്. അപ്പൊ ഒരു 0.12നെ എങ്ങനെ എഴുതാം. 12 ഇൻറ്റു 10⁻⁻² എന്ന് എഴുതാം. അപ്പൊ ഈ 12 ഇൻറ്റു 10⁻⁻² 3 പ്രാവശ്യം ഇൻറ്റു ചെയ്ത് എഴുതണം. അപ്പോ ഇൻറ്റു 12 ഇൻറ്റു 10⁻⁻² ഇൻറ്റു 12 ഇൻറ്റു 10⁻⁻². ഈ ഡിനോമിനേറ്ററിനെ ഞാൻ ഒന്ന് ഓർഡർ ചെയ്ത് എഴുതുവാണ്. അതായത് 12 ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു ഈ 10⁻⁻²നെ എല്ലാം ഇൻറ്റു ചെയ്ത് എഴുതുമ്പോൾ എത്ര കിട്ടും. 10⁻⁻6 എന്ന് കിട്ടും. കാര്യം ഇവിടുത്തെ -2 പവർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10⁻⁻6 എന്ന് എഴുതാം. 12 ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ മേളിലും താഴെയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ 10⁻⁻6ഉം 10⁻⁻6ഉം കട്ട് ചെയ്യാം. ഇനി 4 ഇൻറ്റു 2 ആണ് 8, 4 ഇൻറ്റു 3 ആണ് 12. ഇനി 6 ഇൻറ്റു 2 ആണ് 12, 6 ഇൻറ്റു 36 ആണ് 216. 12 ഇൻറ്റു 3 ആണ് 36. ഇവിടുത്തെ 3യും ഇവിടുത്തെ 3യും കട്ടായി. ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം കട്ടായി. ഇനി 10⁻⁻³ മാത്രമാണ് ബാലൻസ് ഉള്ളത്. അപ്പോ നമ്മുടെ ആൻസർ 10⁻⁻³ ആണ്. 10⁻⁻³ 1/1000 എന്ന് എഴുതാം. ഈക്വൽ ടു ഇനി 1/1000നെ എങ്ങനെ എഴുതാം. 0.001. അപ്പോൾ 0.001 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.